ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ചെണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ. കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക. അതനുസരിച്ച് നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണെന്ന് ഉറപ്പായിട്ടും തിരിച്ചറിയുക. ഞാൻ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം മുമ്പേ എൻ്റെ കഴിവ് എന്താണെന്ന് കാണിച്ചു തരണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളിപ്പോൾ സ്റ്റക്ക് ഫീലിംഗ് ആണ് ഉള്ളത്. അത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ജോബായാലും കരിയർ ആയാലും ബിസിനസ് ആയാലും എന്തായാലും നിങ്ങളിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സമയം കിട്ടും, ബിസി ഉള്ളപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബിസി ആയിട്ടിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഇത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധ വയ്ക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് നേരെയായാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പല്ലുവേദന, വയറുവേദന, കാലുവേദന, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നിങ്ങൾ എന്താണെന്ന് നോക്കി പരിശോധിച്ച് അതിനെ മാറ്റാൻ ശ്രമിക്കുക. ഇവിടെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ദഹനം നേരെയാവുന്നില്ല. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഹെൽത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതായത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ആഹാരങ്ങൾ മാത്രം കഴിക്കുക, നിങ്ങൾക്ക് ഹെൽത്തിന് മോശം വരുത്തുന്ന ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കരിയറിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ട് വളരെ ഉയരങ്ങൾ കീഴടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക, നല്ല ഇതായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സഡനായിട്ട് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ബ്ലെസ്സിങ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ് പുറത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നുന്നത് നിങ്ങൾക്കൊരു കഴിവുമില്ല, ക്വാളിറ്റിയും ഇല്ല എന്നാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണെന്നത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. അതായത് കസ്തൂരി മൃഗമില്ലേ, കസ്തൂരി ഉള്ളി വെച്ചിട്ട് മണം തേടി നടക്കുന്നത്, അതേപോലെയാണ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവിടെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എപ്പോഴും പരാജയമാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ എത്തേണ്ട ആ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയില്ല എന്ന്. അങ്ങനെ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ഒരു സമയം നിങ്ങളെ ഒത്തിരി വർക്കഹോളിക് ആക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്ന വർക്കഹോളിക് ആവുമെന്ന് പറയുന്നത്, അയ്യോ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ ജോലിയുടെ ഭാരം എല്ലാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന അങ്ങനെ വർക്കഹോളിക് അല്ല. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് പോലും അറിയാത്ത രീതിയിൽ സമയം പോകത്തില്ലേ, അങ്ങനെ ഒരു വർക്കഹോളിക്. അതായത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ സമയം അതിനനുസരിച്ച് പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു വർക്കഹോളിക്കാണ് നിങ്ങളാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഭാരം അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഇവിടെ സമയം ഇപ്പോൾ നിങ്ങളെ സ്റ്റക്കാക്കി വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങളെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. എവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സമയം നിങ്ങളെ ഇപ്പോൾ സ്റ്റക്കാക്കി വച്ചേക്കുന്നത്. ഇവിടെ സമയം എപ്പോഴും നമ്മളെ സ്റ്റക്കാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം വിചാരിക്കുക. ഇനി ഈ ഒരു സമയം നിങ്ങളെ ഉറപ്പായിട്ടും വർക്കഹോളിക് ആക്കുക തന്നെ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ അറിയുകയും അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ട് തോന്നും ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ, എനിക്ക് അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടോ ദൈവമേ എന്നാലോചിക്കും. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യുന്നതാണ് ഉടനെ തന്നെ. ഇവിടെ ആരൊക്കെയാണോ വിചാരിച്ചത് എൻ്റെ കരിയറിൽ ഒരു ഉയരത്തിലെത്താൻ എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇത് എനിക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണോ എന്നൊക്കെ തോന്നിയവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് തന്നെയാണ്. നിങ്ങൾ കരിയറിൽ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും.
ഓരോ വ്യക്തികൾക്കും ദൈവം ഈശ്വരൻ നേരത്തെ തന്നെ ബ്ലെസ്സിങ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലായിരിക്കും. അതൊരു സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും ഈശ്വരൻ. ഇപ്പം നിങ്ങളിൽ പല ആൾക്കാരും ഒരു ജസ്റ്റിസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു സ്ഥിതികൾ നിങ്ങളെ ഒരു കുഴിയിൽ പെടുത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. ചില ആൾക്കാർ ചേർന്ന് നിങ്ങളെ ആ ഒരു വലയത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രമിക്കുന്നില്ല അത് പൊട്ടിച്ച് പുറത്ത് വരുവാൻ വേണ്ടി. അവിടെ നിന്നുകൊണ്ട് ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശ്വരൻ എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കണേ എന്ന്. അതായത് നിങ്ങൾ ഏതോ ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്തു. പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കാതെ നിങ്ങൾ തെറ്റാണ് ചെയ്തതെന്നും പറഞ്ഞ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നത് നിങ്ങൾ നല്ലത് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് നല്ലത് വരാതെ മോശമാണല്ലോ വന്നത് എന്ന്. ഇവിടെ ഒരു വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, നിങ്ങൾ എത്ര തന്നെ നല്ലതായിട്ട് പെരുമാറിയാലും അവർ തിരിച്ച് നിങ്ങളോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൻ്റെ വിക്ടിമായി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് ആ വ്യക്തി മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ തെറ്റുകാരായിട്ട് പറയുന്നു. അല്ലെങ്കിൽ അവരുടെ ഷഡ്യന്ത്രത്തിൽ നിങ്ങൾ വീണുപോയി. അതായത് നിങ്ങൾ അവരെ വിശ്വസിച്ചു, അവരെ ആ വലയിൽ നിങ്ങളെ പെടുത്തി. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥന ചെയ്യുകയാണ് ഈശ്വരനോട്. ഈ വ്യക്തി ഒരു മുഖംമൂടി വച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ വ്യക്തമാക്കി പല കളികളും കളിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. പക്ഷേ ഇവർ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിക്ടിം കാർഡ് എടുക്കുന്നത് നിങ്ങളുടെ മേലായിരിക്കും. നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ. ഇവരുടെ കണ്ണെപ്പോഴും നിങ്ങളുടെ മായിട്ട് കണക്റ്റായിട്ടിരിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങളിൽ നിന്ന് വേർപിരിക്കാം, അതിനു വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിങ്ങൾ ന്യായത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുകയാണ് ഈശ്വരനോട്. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല എപ്പോഴാണ് നിങ്ങളുടെ കൂടെ ഒരു ന്യായം സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുമെന്ന്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു മോശം കർമ്മ ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ വീണ്ടും വീണ്ടും ചുമ്മാ ശല്യം ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ ഇവരുമായിട്ട് എന്തോ പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ട് എന്ന്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് 100% ജസ്റ്റിസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വ്യക്തമാക്കിയതിൽ പല കാര്യങ്ങളും പറയണം. പക്ഷെ നിങ്ങൾ തിരിച്ച് അവരോട് പ്രതികരിക്കാൻ പോകണ്ട. അവരെന്തോ പറയുന്നത് പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കുക. ഇവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാര്യത്തിൽ എന്നാണ് ഈശ്വരൻ പറയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇത്. കാരണം എപ്പോഴും തെറ്റ് അവരുടെ ഭാഗത്തായിട്ട് എപ്പോഴും നിങ്ങളെയാണ് പറയുന്നത്. നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത്, നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുമ്പോഴാണ് വീണ്ടും മോശം കർമ്മം ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയാതിരിക്കുക അങ്ങോട്ട്. അപ്പോൾ ദൈവം ഒരു 3-4 അവസരം ഇവർക്ക് കൊടുക്കും നേരെയാവാൻ. എന്നിട്ടും ഇവർ നേരെ ആയില്ല എങ്കിൽ പിന്നെ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഈശ്വരൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ന്യായമായിരിക്കും നിങ്ങൾക്കിനി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ജസ്റ്റിസ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പലതും പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇവിടെ ശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള നിങ്ങളുടെ കൂടെ ആര് തെറ്റ് ചെയ്താലും അവർക്ക് അതിൻ്റെ ആ ഒരു ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫേവർ ആയിട്ട് പോലും ആരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക, ഈശ്വരന് സറണ്ടർ ചെയ്യുക. ഈശ്വരൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് സംസാരിക്കാത്ത ആൾക്കാർ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ചില നെഗറ്റിവിറ്റി നിങ്ങൾക്ക് വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് റിലീസാക്കി കളയുവാനാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. ഇപ്പോൾ കരിയറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പല പാസ്റ്റിലെ കാര്യങ്ങളും നിങ്ങൾ റിലീസാക്കി കളയണം.
നിങ്ങളുടെ ലൈഫിൻ്റെ റിമോട്ട് നിങ്ങൾ ആരുടെ കയ്യിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുക, ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നിങ്ങൾ കരയുക, അങ്ങനെ ഒരു റിമോട്ട് നിങ്ങൾ ആരുടെ കയ്യിലും കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ ചിരിക്കണം, എപ്പോൾ കരയണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് എപ്പോഴും സെറ്റാക്കി പോകണം. അതായത് ചില നെഗറ്റിവിറ്റി നിങ്ങൾ റിലൈസാക്കി കളയേണ്ടതുണ്ട്. അതായത് ഒരു വ്യക്തി നിങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ വിഷമിപ്പിക്കുന്നു, നിങ്ങളെ അടിക്കുന്നു, വീണ്ടും നിങ്ങൾ അവരോട് സ്നേഹത്തിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതിരുന്നാൽ വീണ്ടും ആ കാര്യങ്ങൾ റിപ്പീറ്റായി നടന്നുകൊണ്ടിരിക്കും, ഒരു പാറ്റേൺ പോലെ. അപ്പോൾ ചില കാര്യങ്ങൾ റിലീസാക്കി കളയേണ്ടതുണ്ട്. നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. പറ്റാത്തത് സറണ്ടർ ചെയ്യുക ഈശ്വരനിൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള പരിഹാരം ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലെ പല കാര്യങ്ങളും മറക്കാൻ പറ്റുന്നില്ല എന്നാണ്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും. ഇവിടെ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ദൈവം ആരാണോ, അല്ലെങ്കിൽ യൂണിവേഴ്സ് പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനോ ശിവഭഗവാനോ അവരുടെ പേര് പറഞ്ഞിട്ട് ആ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് ഓം മന്ത്രം ഉച്ചരിക്കുക. ഉറപ്പായിട്ടും പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസാക്കി കളയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ റീഡിങ് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ടായിരിക്കും. കാരണം ഈ വ്യക്തി അത്രമാത്രമാണ് നിങ്ങളെ വച്ച് വിക്ടിം കാർഡ് ഇറക്കി കളിച്ചത്. കാരണം എല്ലാ തെറ്റും നിങ്ങളുടെ മേലാണ് ഈ വ്യക്തി പറയുന്നത് അത്രയും. അപ്പോൾ ഇവർ നിങ്ങളോട് കാണിച്ചതും മറക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരോ മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുഖം ഇങ്ങനെ നിങ്ങളുടെ കണ്ണിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നല്ല വൃത്തിയായി. അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിക്കൊള്ളട്ടെ അത് റിലീസാക്കി കളയുക. പാസ്റ്റിലെ കാര്യങ്ങൾ റിലീസാക്കി കളയുക. അതായത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പേരുച്ചരിക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഓം മന്ത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ദൈവത്തിനോട് പറയുക, ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ സാധിക്കണമെന്ന്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശം രീതിയിൽ ബിഹേവ് ചെയ്തു. അതിൻ്റെ ആ ഒരു രീതിയിലും നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ വ്യക്തി ഇങ്ങനെ നിങ്ങളോട് കാണിക്കുമെന്ന്. എത്ര ശ്രമിച്ചിട്ടും വ്യക്തി വീണ്ടും നിങ്ങളോട് തെറ്റായിട്ടുള്ള ബിഹേവ് തന്നെ വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു കർമ്മം ദൈവം കാണുന്നുണ്ട്, അവരുടെ കർമ്മവും ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയുടെ കർമ്മത്തിൻ്റെ ബലം അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉറപ്പായിട്ടും വരും. അത് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളായിട്ട് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആക്കാൻ നോക്കരുത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാട്ട് നിങ്ങൾക്ക് ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു കോമ്പിനേഷനിലെ കളറ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും ധരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കളർ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആൾക്കാർ കൂടുതലായിട്ടും നിങ്ങളെ കാണുന്നത് ഈ വസ്ത്രത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കോമ്പിനേഷനുള്ള വസ്ത്രം നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കുന്നു, അതുകൊണ്ടാണ്. ഇവിടെ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉന്നതി വരാൻ പോകുകയാണ്. കൂടാതെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും പോസിബിൾ ആവാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്. അതായത് നിങ്ങൾ എവിടെ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ഥലത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എവിടെയാണോ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചത് അവിടെ ഗുരുവിൻ്റെ ആ ഒരു കൃപ കൊണ്ട് വീണ്ടും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വയം ഇനി നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. മെഡിറ്റേഷൻ്റെ മ്യൂസിക് ഇല്ലേ, അതിലേക്ക് കുള്ളാട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കും. മെഡിറ്റേഷൻ മന്ത്രങ്ങൾ നിങ്ങൾക്കുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കും. അതായത് ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കേൾക്കാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങളില്ലേ, അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ. അതായത് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, മെഡിറ്റേഷൻ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭദ്രാളി അമ്മയുടെ സോങ്ങോ ഭജൻസോ നിങ്ങൾ കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ശിവഭഗവാന്റെ സ്തോത്രങ്ങൾ അതൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ വരാൻ പോകുന്ന ദിവസം.
ശിവഭഗവാന്റെ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് ലഭിക്കും. കാരണം ശിവഭഗവാൻ അങ്ങനെയാണ്, നമുക്ക് ഹീലിംഗ് തരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഓം മന്ത്രം കൊള്ളാട്ട് ഉച്ചരിക്കാനായിട്ട്. ചില കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് റീകവറി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ പാസ്റ്റിൽ നിങ്ങളെ മക്കളോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സമയം ഇഷ്ടപ്പെട്ട വ്യക്തിയോ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു കാര്യം നിങ്ങൾ ഇതുവരെയും മറക്കുന്നില്ല. അതൊന്ന് റിലീസ് ചെയ്ത് കളയാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ ചീറ്റ് ചെയ്തത്, ആ ചീറ്റ് ചെയ്ത കാര്യം നിങ്ങൾ മറക്കുക, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആരാണോ നിങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചീറ്റ് ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് കൂടാതെ അവർക്ക് തന്നെ ഓർമ്മ വരികയാണ് നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ കൂടെ തെറ്റ് ചെയ്ത് ഇവർ വളരെ വലിയ തെറ്റാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അത്രമാത്രം വലിയൊരു ചതിയാണ് അവർ നിങ്ങൾക്കെതിരെ ചെയ്തത്. ഇവിടെ ഗിൽറ്റിൻ്റെ കാർഡുകൾ പറയുന്നത് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയാണ് അവർ ചെയ്ത ആ ഒരു തെറ്റാലോചിച്ച്. ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ജന്മത്തിൽ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കത്തില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി വന്ന് മാപ്പ് ചോദിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് അത്രമാത്രം അഹങ്കാരവും ഈഗോയും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ നിങ്ങളോട് പാസ്റ്റിൽ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഒരു വ്യക്തിയെ മിറർ കാണിച്ചു, അതിൻ്റെ ഇതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ റീകവറി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ആരുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്, ആ ഒരു ആളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പാസ്റ്റ് ജന്മത്തിൽ നിങ്ങൾ എന്ത് നല്ല കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്രമാത്രം നല്ലതായിട്ട് കിട്ടും, നിങ്ങളുടെ കൈകൾ രണ്ടും നിറഞ്ഞിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ രണ്ട് കയ്യിലും നിറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട്, ലഡ്ഡു കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട്, നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സ് ലഭിച്ചത്. ഇവിടെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ടെൻഷൻ നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ലത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ കഴിഞ്ഞ നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് കാര്യമാണോ പറ്റത്തില്ല, ഇനി അതിലൊരു റിക്കവറി ഇല്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് റിക്കവറി ഉണ്ടാക്കി തരും ഈ ഒരു പാസ്റ്റ് ജന്മത്തിലെ കർമ്മ. അതേപോലെ നിങ്ങൾക്കും ആ ഒരു റിക്കവറി ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ പാസ്റ്റ് ജന്മത്തിലെ ആ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട്. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് ലോസ് തരുവാനാണ് ആഗ്രഹിച്ചത്. കാരണം ഒരു വ്യക്തിയുടെ കണ്ണ് നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ പൈസയിലോ നിങ്ങളുടെ ബിസിനസ്സിലോ എന്തോ ഒന്നിലാണ്, അതിൽ ഒരു നഷ്ടം ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ആ ഒരു സന്തോഷം എന്താണോ അത് നിങ്ങൾ സേഫാക്കി വയ്ക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് അത് വേണം, അതിനെ ഇല്ലാതാക്കണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ വയ്ക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അവർ മെൻ്റലി നിങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. മെൻ്റലി നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, വർക്കിലുള്ള ഫോക്കസ് എല്ലാം ഇല്ലാതാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഹെൽത്ത് ഇഷ്യൂ, മെൻ്റലി നിങ്ങളെ ഡിസ്റ്റർബ് ആക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നു. കാരണം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പാടില്ല, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഏത് വ്യക്തിയാണോ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ കിണ്ടി ചോദിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഈ വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളെ ലോസ് തരുവാൻ വേണ്ടി ശ്രമിച്ചു, എന്തോ തെറ്റായ കാര്യം തന്നിട്ട് നിങ്ങൾക്ക് ലോസ് തരുവാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇമോഷൻ്റെ ആധാരത്തിലോ പൈസയുടെ ആധാരത്തിലോ എന്തോ ഒരു മോശം ചെയ്യാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ കർമ്മ റിട്ടേൺ ഇവർക്ക് തന്നെ ഉണ്ടായി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ സ്വയം ഇവരുടെ ആ ഒരു റൗണ്ടിൽ ആ ഒരു കെണിയിൽ വീണു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നാശം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഇവർക്ക് വിനയായി എന്നാണ് കാണാൻ സാധിക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പൈസ ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ക്യാഷ് നഷ്ടപ്പെടുകയും ചെയ്യും, നിങ്ങൾക്ക്
കൂടുതലായിട്ട് പൈസ ലഭിക്കുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലാഭം ലഭിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ലഭിക്കുന്നതാണ്. കാരണം ഈ വ്യക്തികൾ ഒരു വലിയ ഒരു കെണിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്, പക്ഷേ അതിൽ ഇവർ തന്നെ വീണു. ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ധനലാഭം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് രീതിയിൽ എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടം വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവിടെ നഷ്ടം വരാതെ നിങ്ങൾക്ക് ലാഭമാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഇനി നിങ്ങൾ കൂടുതലായിട്ട് ലാഭം എന്ന് പറയുന്ന വാക്കുകളായിട്ട് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അപ്പോൾ ചില ആൾക്കാരുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു ഈർഷ്യഭാവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വ്യക്തി ഭയങ്കരമായിട്ടൊരു ഈർഷ്യാഭാവം നിങ്ങളോട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു സത്യം എന്താണോ അത് എല്ലാവരുടെ മുന്നിൽ വരണം. ഇവരുടെ ആ ഒരു കള്ളം എല്ലാവരുടെ മുന്നിൽ വരണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തി ശരിയായിട്ടുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുമെന്ന് ആഗ്രഹിക്കത്തില്ല. നിങ്ങൾക്ക് വല്ലതും മോശം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കത്തില്ല. വ്യക്തി ശരിയായ വ്യക്തിയെ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഒന്നും തെറ്റായിട്ട് സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഫേവറായിട്ട് എല്ലാം നടക്കുക തന്നെ ചെയ്യും. മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഇത്രയും നാൾ കിട്ടാത്ത ന്യായം പിന്നെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വളരെ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പർപ്പിൾ കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്ന പ്രാർത്ഥന കുറച്ച് ദിവസങ്ങൾക്ക് പൂർണ്ണമാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിലെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകുമെന്ന്. എപ്പോഴും നിങ്ങൾ എൻ്റെ ലൈഫിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി അങ്ങനെ പറയുന്നത് നിർത്തുന്നതാണ്. ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി മെഡിറ്റേഷൻ മന്ത്രമൊക്കെ കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു. അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. നിങ്ങളെ പിടിച്ച് കെട്ടിവച്ചയ്ക്കും പോലെ ഉള്ള ഒരു നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ പുറത്തു വരാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാനസികമായിട്ടൊരു ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു. ഇനി നിങ്ങൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണ്, ഓൺലൈൻ ജോബാണ് ചെയ്യുന്നതെങ്കിൽ അതിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾക്ക് മാനസികമായിട്ട് ശാന്തിയും സമാധാനവും ലഭിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.